പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മനുവിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്ത് അഞ്ജലി മുന്നിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ മനുവിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും ചെയ്യുന്നതിനായി അഞ്ജലി തയ്യാറാകുന്നു. മനുവിനെ കുളിപ്പിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും തയ്യാറാകുന്ന അഞ്ജലി മനുവിനോട് ഇപ്പോൾ കാലിന്റെ വേദനയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മനു കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള മറുപടി നൽകുകയും ഇതൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യും. ഇതിൽ നിന്ന് എന്നെ വിലക്കുന്നതിനായി നിനക്ക് സാധിക്കുകയില്ല. എനിക്ക് അത്രയധികം ഇഷ്ടമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്നുള്ള കാര്യം നീ മറക്കരുത്. ഞാനിത് നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ നീ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു മാറ്റവും എൻ്റെ തീരുമാനത്തിൽ ഉണ്ടാവുകയില്ല. ഇത് കേൾക്കുന്ന മനു ഒരു നിമിഷത്തേക്ക് ഞെട്ടുകയാണ്. എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം കാണാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. സൂര്യയെ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് സൂര്യ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഇതോടെ സൂര്യ ഈ കാര്യം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കാണുന്ന സൂര്യ നീ എന്തിനാണ് അവന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നിന്റെ കൂടെ ഞാനില്ലേ, നിനക്ക് ഞാൻ മതി, മറ്റാരും നിനക്ക് വേണ്ട. നീ എന്തിനാണ് വെറുതെ അവന്റെ കൂടെ സമയം ചിലവഴിക്കുന്നത്? ഇത് കേൾക്കുന്ന അഞ്ജലി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരടാ? നീ എൻ്റെ ആരുമല്ല. നിന്നെ ഞാൻ ഒഴിവാക്കിയതാണ്. ഇനിയൊരിക്കലും നിനക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴേ തന്നെ നിന്നോട് പറയുകയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കും. അതിലിടപെടാൻ നീ നിൽക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല അഞ്ജലി, നീ എൻ്റെ പെണ്ണാണ്. നിന്നെ വിട്ടുകളയാൻ എനിക്ക് സാധിക്കുകയില്ല. നിന്റെ പെണ്ണോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ഇനിയും എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യുകയാണ് എങ്കിൽ ഈ കാര്യം ഞാൻ എൻ്റെ മനുവിനോടും മനുവിൻ്റെ വീട്ടുകാരോടും പറയും. പിന്നെ ഈ വീടിന് പുറത്താണ് നിന്റെ സ്ഥാനം. അത് നീ മറക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നീ വീണ്ടും എൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ തൻ്റെ അഞ്ജലിയെ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന സൂര്യ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടുകളയുകയില്ല എന്നും സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്നും ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും അഞ്ജലിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നിലേക്ക് വരികയാണ്. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് സൂര്യ അഞ്ജലിയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന അഞ്ജലി എതിർത്ത് മുന്നിലേക്ക് വരുന്നു. ഇതോടെ അഞ്ജലിയോട് നീ എൻ്റെ പെണ്ണാണ്, അതുകൊണ്ട് തന്നെ നീ എൻ്റെ കൂടെ കിടന്നു എന്ന് കരുതി യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അഞ്ജലി മുഖത്തടിച്ചിരിക്കുകയാണ്. സൂര്യയുടെ നിന്റെ പെണ്ണോ? ഞാൻ നിന്റെ പെണ്ണൊന്നുമല്ല, ഞാൻ മനുവിൻ്റെ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ മര്യാദ വിട്ട് നീ പെരുമാറിയാൽ നിന്റെ മുഖമടിച്ച് ഞാൻ പൊളിക്കും. നിന്റെ കപടമുഖം വീട്ടുകാരുടെ മുന്നിൽ പൊളിച്ചു കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നിന്റെ നിലമറന്ന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. വെറുതെ എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നീ വരരുത് മനു. മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ.
നീ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നാൽ തിരിച്ചടികൾ നിനക്ക് ഉണ്ടാകും. ആ കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതോടെ വാശി കൂടുകയാണ് സൂര്യക്ക്. എന്നാൽ ഇതേ സമയമാകട്ടെ മനുവിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയാണ്. മനുവിന് എണീറ്റ് നിൽക്കാനും നടക്കാനും സാധിച്ചു തുടങ്ങുന്നു. മനുവിന് സഹായം നൽകിക്കൊണ്ട് ഇടത്തും വലത്തും നിന്നുകൊണ്ട് സഹായിക്കുകയാണ് അഞ്ജലി. എൻ്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സപ്പോർട്ടും മനുവിന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന അഞ്ജലി മനുവിന്റെ തിരിച്ചുവരവിനായാണ് താൻ കാത്തിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ വളരെയധികം സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനു ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഇതെല്ലാം കണ്ട് വാശിയോടെ മുന്നോട്ട് പോകുന്ന സൂര്യ തൻ്റെതല്ലാത്ത അഞ്ജലിയെ മറ്റാർക്കും കിട്ടരുത് എന്നുള്ള തീരുമാനം എടുക്കുകയും അഞ്ജലിയെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് മനസ്സിൽ കരുതി മുന്നിലേക്ക് വരികയാണ്. ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആക്രമണം സൂര്യയുടെ ഭാഗത്ത് നിന്ന് അഞ്ജലിക്ക് നേരെ ഉണ്ടാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.